ഹരേ കൃഷ്ണ. നമുക്കിനി 32ാമത്തെ ശ്ലോകം നോക്കാം. അതഃ പരം യദവ്യക്തം അവ്യൂഢഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാദ് സജീവോ യത് പുനർഭവ. അതഃ പരം, അതഃ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ആ സ്ഥൂല ദേഹത്തിൽ നിന്ന്, അതായത് നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഭഗവാൻ എന്നത് നമ്മൾ പറയുന്ന ഒരു രൂപത്തിനുള്ളിൽ ഒതുങ്ങുന്നതല്ല. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ വേണ്ടി, അതിനെ അറിയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് ഒരു സ്ഥൂല ഭാവത്തിലൂടെയാണ്, ഒരു രൂപത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ഥൂല ദേഹത്തിൽ നിന്ന് പരം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അന്യമായിട്ടുള്ളതും യത് അവ്യക്തമവ്യൂഢ ഗുണവ്യൂഹിതം, യത് അവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യത് അവ്യക്തമവ്യൂഢ ഗുണവ്യൂഹിതം. യത് എന്ന് പറഞ്ഞാൽ യാതൊന്ന്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സൂക്ഷ്മ ശരീരത്തിൽ നിന്നും അന്യമായി യാതൊന്ന്, അവ്യക്തമായിട്ടുള്ളത്, വ്യക്തമല്ലാത്തത്. വ്യക്തമാകണമെങ്കിൽ അത് നമുക്ക് പരിചിതമാകണം, അത് അനുഭവിച്ചിട്ടുള്ളതാവണം, അത് കണ്ടറിഞ്ഞ്. ഈ അനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളുകൊണ്ട് അനുഭവിക്കുന്നതല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിഞ്ഞിട്ടുള്ള ഒന്ന് മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. നമുക്ക് കണ്ടിട്ടുള്ള ഒരു വസ്തുവിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയുമ്പോൾ നമുക്കത് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിത്രം തെളിഞ്ഞു വരും. ഇപ്പോൾ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പഴം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ചിത്രം തെളിഞ്ഞു വരും. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ശബ്ദം, ഒരു പാട്ട്, ആ പാട്ടിനെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ ആ ശബ്ദം നമ്മുടെ കാതുകളിലെത്തും. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആ പാട്ട്. ഒരു രുചി ആയാലും നമ്മൾ നാവ് കൊണ്ട് രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവം, ചൂട്, തണുപ്പ് ഇത്യാദിവയൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഗന്ധം പറയുമ്പോഴും. ഇപ്പോൾ ഒരു ഭക്ഷണത്തിന് തന്നെ, ഒരു സാമ്പാറിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ആ ഗന്ധം നമുക്ക് അറിയുന്നു അല്ലെങ്കിൽ മനസ്സിലാകുന്നു എന്നുള്ളത് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് അറിഞ്ഞ ഒന്നിനെ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെയാകട്ടെ അവ്യക്തം എന്ന് പറയാൻ കാരണം ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ കഴിയാത്ത ഒന്നാണ് നമ്മൾ ഈ സ്ഥൂല രൂപത്തിൽ സങ്കല്പിച്ചിട്ടുള്ള ഭഗവാൻ എന്ന സത്യം. ആ സത്യം അവ്യക്തമാണ്, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയാത്തതാണ്, നമുക്ക് മുൻപ് പരിചിതമല്ലാത്ത ഒന്നാണ്. നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്കതിനെ അറിയുവാൻ കഴിയുന്നതല്ല. അങ്ങനെയുള്ളതും പിന്നെയോ അവ്യൂഢ ഗുണവ്യൂഹിതം. അവ്യൂഢം എന്ന് പറഞ്ഞാൽ വ്യൂഢം അല്ലാത്തത്, അതായത് കൂട്ടമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കരചരണാദി അവയവങ്ങളായിട്ട് ഭവിക്കാത്തതായിട്ടുള്ള, അതിനൊരു വ്യക്തമായ രൂപം കൽപ്പിക്കുവാൻ കഴിയില്ല. അതിന് കൈകൾ, കാലുകൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള അവയവങ്ങൾ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. അല്ലെങ്കിൽ ഭഗവാന്റെ കൈ ഇതാണ്, ഇവിടെയാണ്, ഭഗവാന്റെ കാലിതാണ്, ഇവിടെയാണ്, ഇങ്ങനെ ഒന്നും നമുക്ക് സങ്കല്പിക്കുവാൻ, നമുക്ക് പറയുവാൻ കഴിയാത്തതായിട്ടുള്ള ഗുണവ്യൂഹിതം, അങ്ങനെയുള്ള ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതുമായിട്ടുള്ള, അതായത് നമുക്ക് ഭഗവാന്റെ സ്വരൂപം ഇന്നതാണ് എന്ന് പറയുവാൻ കഴിയാത്തതായിട്ടുള്ള, അതുകൊണ്ട് തന്നെ കാല്, കൈകൾ തുടങ്ങിയ അവയവങ്ങളും ഭഗവാൻ എന്ന സത്യത്തിൻ്റെ നമുക്ക് അറിയുവാൻ കഴിയില്ല. അങ്ങനെ നിർവചിക്കപ്പെട്ടിട്ടുള്ള അവയവങ്ങളോടുകൂടി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു രൂപത്തിൽ ഒതുങ്ങുന്നതല്ല ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ളതുമായ അദൃഷ്ടാശ്രുത വസ്തുത്വാത്,
അദൃഷ്ട എന്ന് പറഞ്ഞാൽ കാണപ്പെടാൻ കഴിയാത്തത്, കാണപ്പെടാത്തതായിട്ടുള്ളത്. കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടികൾക്ക് ഗോചരമായിട്ടുള്ളത്. അദൃഷ്ടം എന്ന് പറയുന്നത് ദൃഷ്ടികൾക്ക് ഗോചരമല്ലാത്തത്, നമുക്കതിനെ കാണുവാൻ കഴിയില്ല. പിന്നെയോ അശ്രുത വസ്തുത്വാത്, അദൃഷ്ട അശ്രുത, കാണാൻ കഴിയാത്തത്, അശ്രുത കേൾക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള വസ്തുത്വാത്. വസ്തുത്വാത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു ഭാവം നിമിത്തം, അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഈ ഭഗവാൻ എന്നുള്ളത്, അതാണ് സത്യം എന്നത് അറിയുന്നത് നിമിത്തം സജീവോ യത് പുനർഭവഃ. സജീവഃ, ജീവഃ എന്ന് പറഞ്ഞാൽ ഉപാധി. സ എന്ന് പറഞ്ഞാൽ സഹ, ഇവിടെ അങ്ങനെയുള്ള ഒരാളിന് അത് ഈ ഒരു ചിന്ത തന്നെ ഉപാധിയാകുന്നു. എന്തിന്? യത് പുനർഭവഃ. യത് എന്ന് പറഞ്ഞാൽ യാതൊന്ന് ഹേതുവായിട്ട്, പുനർഭവ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ജന്മത്തിന് ഹേതുവായി, ഉപാധിയായി ഭവിക്കുന്നു. അതായത് നമ്മൾ കുറച്ച് ലളിതമായി പറഞ്ഞാൽ ഭഗവാൻ എന്ന സത്യത്തെ, സർവവ്യാപിയായിട്ടുള്ള ഒന്നിനെ, സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒന്നിനെ, സർവ്വതും യാതൊന്നിൽ നിലനിൽക്കുന്നോ അതിനെ, യാതൊന്നില്ലെങ്കിൽ സർവ്വതിനും നിലനിൽപ്പില്ലയോ അതിനെ, നമ്മളെപ്പോലെ ഒരു രൂപമൊക്കെ സങ്കല്പിച്ച് നമ്മളിൽ നിന്നും ഭിന്നമായിട്ട് ആ ഭഗവാനെ ആരാണോ കാണുന്നത്, എങ്ങനെയുള്ളത്? അദൃഷ്ടവും അശ്രുതവുമായിട്ടുള്ള, അതായത് ഈ സത്യങ്ങൾ അറിയാതെ ഭഗവാനെ കാണുവാൻ കഴിയില്ല, കേൾക്കുവാൻ കഴിയില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാൻ കഴിയുന്നതല്ല ഭഗവാൻ എന്ന സത്യത്തെ മനസ്സിലാക്കാതെ ഏതെങ്കിലുമൊക്കെ സ്ഥൂല രൂപത്തിൽ ഭഗവാനെ കാണുന്നവർക്ക് ആ ഒരു ഭാവം തന്നെ അവരുടെ പുനർജന്മത്തിന് ഉപാധിയായി ഭവിക്കുന്നു. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ശരിയായ ആത്മജ്ഞാനം നേടുന്നതുവഴി പുനർജന്മത്തിലേക്കുള്ള അവസരങ്ങളില്ലാതെയാകുന്നു. അതിനുള്ള എല്ലാ ഉപാധികളും അടയുന്നു, മാർഗങ്ങളും അടയുന്നു. അപ്പോൾ വീണ്ടും ഒരു ജന്മം ഉണ്ടാകാതെ ഇരിക്കുവാൻ ശരിയായ ആത്മജ്ഞാനം നേടുക തന്നെ വേണം. ഭഗവാൻ എന്ന സത്യത്തെ, സർവവ്യാപിയായിട്ടുള്ള ഈശ്വരനെ കേവലം ഒരു മനുഷ്യരൂപമായി കണ്ട് നമ്മളെപ്പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യസാധ്യത്തിനായി സമീപിച്ചാൽ, നമ്മൾ പറയില്ലേ ബിസിനസ് ഡീൽ, ആചാര്യന്മാർ പറയും പോലെ ഒരു ബിസിനസ് ഡീൽ, ഞാൻ ഇന്നതൊക്കെ തന്നേക്കാം, എനിക്കിന്നതൊക്കെ സാധിച്ചു തരണേ. അതായത് നമ്മുടെ ആജ്ഞാനുവർത്തിയായിട്ട് മറ്റൊരു സ്ഥൂല ശരീരത്തിലിരിക്കുന്ന ഒന്നാണ് ഭഗവാൻ എന്ന അബദ്ധധാരണയോടുകൂടി കഴിയുന്നവർക്ക് ഇനിയും ജന്മം എടുക്കേണ്ടി വരും. എപ്പോൾ വരെ ഇതിനൊക്കെ അതീതമായ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് താൻ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം പോലും നിലനിൽക്കുന്നത് എന്നറിയുന്നില്ലയോ, അപ്പോൾ വരെ പുനർജന്മം ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയൊരു ജന്മം എടുക്കണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനെന്തേ വേണ്ടു എന്നാണെങ്കിൽ നന്നായി മനസ്സിൽ ഈ തത്വത്തെ ഊട്ടി ഉറപ്പിക്കണം. മനനം ചെയ്ത് വിചാരം ചെയ്ത് തനിക്ക് അതീതമായിട്ടുള്ള, തന്നിലും കുടികൊള്ളുന്നതായിട്ടുള്ള, താൻ ഏതിന്നിലാണോ നിലനിൽക്കുന്ന ആ സത്യത്തെ നമ്മൾ അറിയുവാൻ കഴിയണം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അതഃ പരം യദവ്യക്തം അവ്യൂഢഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാത് സജീവോ യത് പുനർഭവഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുനർഭവഃ, അതഃ, ഇവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് യദവ്യക്തം,
യത് അവ്യക്തമാണ്. അവിടെ ദായുടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത അദൃഷ്ട ആശ്രിത വസ്തുത്വാദ്. അദൃഷ്ട അശ്രുത ആണ്, അവിടെ അകാരം നീട്ടിയെടുക്കുക. അദൃഷ്ട ആശ്രിത വസ്തുത്വാദ്. വായിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 33-ാമത്തെ ശ്ലോകമാണ്. യത്രേ മേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യയാത്മനി കൃതേ ഇതി തദ് ബ്രഹ്മദർശനം. യത്രേമേ, യത്ര ഇമേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യത്രേമേ. യത്ര എന്ന് പറഞ്ഞാൽ ഏത് സമയത്തിൽ, ഇമേ എന്ന് പറഞ്ഞാൽ ഈ. സദസദ്രൂപേ, സത് അസത്ത് രൂപേ, അതായത് ഈ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ. സത്തായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത്, ഉണ്മയായിട്ടുള്ളത്, നിലനിൽപ്പുള്ളത്, നാശമില്ലാത്തത്. അസത്ത് എന്ന് പറയുന്നത് അതിന് സ്ഥായി ഭാവമില്ലാത്തത്, ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നുകയാണ് അവിടെ. അപ്പോൾ ഈ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ പ്രതിഷേധിക്കപ്പെട്ടവയായിട്ട്, അതായത് അതിനെ ഇല്ലാത്തതാണ്, അത് നിഷേധിച്ചിട്ട് സ്വസംവിദ അവനവനെ കുറിച്ച് തന്നെയുള്ള പരമമായ വിത്ത് എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പോൾ ആത്മജ്ഞാനത്താൽ, അവനവനെക്കുറിച്ച് തന്നെയുള്ള അറിവിനാൽ അവിദ്യയാത്മനി കൃതേ, ആത്മനി എന്ന് പറഞ്ഞാൽ അവിദ്യയ എന്ന് പറഞ്ഞാൽ അവിദ്യയാൽ, അവിദ്യാശക്തി കൊണ്ട്, അതായത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ആത്മാവിൽ, കൃതേ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെടുന്നു. ഇതി തത് ബ്രഹ്മദർശനം. ഇതി എന്ന അങ്ങനെയൊരു ഇതുകൊണ്ട് തന്നെ, എന്ന കാരണം കൊണ്ട് തന്നെ തത്, അതായത് അത് ബ്രഹ്മദർശനം, ബ്രഹ്മം തന്നെ, ജ്ഞാനരൂപമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണെന്ന് അറിയുന്നു. അപ്പോൾ ഇവിടെ ഉള്ളത്, നിത്യവും ഉള്ളത്, നാശമില്ലാത്തതായിട്ടുള്ള ഭഗവാനെ നമ്മളൊക്കെ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളിൽ കാണുന്നുണ്ട്. നമ്മളിൽ നിന്നും ഭിന്നമായിട്ട് എവിടെയോ ഒരു ഭഗവാൻ, കൈകാലുകളൊക്കെയുള്ള സ്ഥൂല രൂപത്തിൽ കുടികൊള്ളുന്ന ഒരു ഭഗവാൻ നമുക്ക് ആരാധിക്കുന്നതിന് വേണ്ടി, നമ്മളിൽ ഭക്തി വളർത്തുന്നതിന് വേണ്ടി നമ്മൾ സ്വയം സൃഷ്ടിച്ചതോ നമ്മളിൽ വേരുറച്ചു പോയതോ ആയിട്ടുള്ള രൂപത്തിൽ മാത്രം ഭഗവാനെ കാണുമ്പോൾ ഭഗവാനും നമ്മളും രണ്ടാണ് അവിടെ. സത്തായിട്ടുള്ള, എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ആ ശക്തിയെ തിരിച്ചറിയാതെ ഇതുപോലെയുള്ള സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളുടെ മാത്രം പിന്നാലെ നമ്മൾ പായുമ്പോൾ വേണ്ട വിധത്തിലുള്ള ശരിയായ അറിവ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏതൊരു സമയത്തിലാണോ നമ്മുടെ ഉള്ളിലെ ഈ അവിദ്യ കാരണം അതുവരെ ധരിച്ചു വച്ചിരിക്കുന്ന ആ സ്ഥൂല സൂക്ഷ്മ രൂപമാണ്, സ്ഥൂല രൂപത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് എന്നുള്ള ചിന്ത ബ്രഹ്മജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ സ്വസംവിദ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ശരിയായ അറിവ് നേടുന്നത്, ആത്മവിദ്യ നേടുന്നത്, ആ ആത്മജ്ഞാനം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ഈ അവിദ്യ ഇല്ലാതെയാവുകയും ഈ സ്ഥൂല രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഭഗവാനെ സർവവ്യാപിയായിട്ടുള്ള പരമാത്മ ചൈതന്യമായിട്ട് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ അതുവരെ നമ്മൾ ധരിച്ചു ആ തിരിച്ചറിവ്, നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യം ഉണർന്നു കഴിഞ്ഞാൽ, ആത്മവിദ്യ പ്രകാശിച്ചു തുടങ്ങിയാൽ, അതുവരെ ധരിച്ചു വച്ചിരുന്ന ഈ സ്ഥൂല രൂപത്തിലുള്ള ഭഗവാൻ എന്ന തത്വത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ട്
അതല്ല പരമമായ സത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്തിനെയും അസത്തിനെയും വേണ്ട രീതിയിൽ തന്നെ നമ്മളതിനെ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് സത്തായിട്ടുള്ള ഒന്ന് ഭഗവാനൊന്ന് മാത്രമാണെന്നും അസത്തായിട്ടുള്ള ഈ സ്ഥൂല രൂപത്തിൽ കാണുന്ന സർവചരാചരങ്ങളും അതിൻ്റെ നിയന്ത്രണത്തിലാണ്, ഒന്നിനും നമ്മൾ സ്വതന്ത്രരല്ല, ആ ഭഗവാന്റെ നിയന്ത്രണ ശക്തിയിലാണ് നമ്മളൊക്കെ വർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു. ഈ ബ്രഹ്മത്തെ വേണ്ട രീതിയിൽ, ബ്രഹ്മജ്ഞാനം വേണ്ട രീതിയിൽ ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ ഭ്രമവും, അജ്ഞാനം കൊണ്ടുണ്ടായ എല്ലാ ഭ്രമവും ഇല്ലാതെയാകുന്നു. ഭാഗവതത്തിൽ തന്നെ ഒരിടത്ത് പറയുന്ന ഒരു ഉദാഹരണം നോക്കിയാൽ, നമ്മൾ ഇരുട്ടത്ത് കാണുന്ന കയറിനെ പാമ്പായി കാണുന്നു, എന്നാൽ വെളിച്ചം വന്നു കഴിയുമ്പോൾ അത് പാമ്പല്ല കയറാണെന്ന് തിരിച്ചറിയുന്നത് പോലെ അവിദ്യ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ അസത് ഭാവം, അത് എപ്പോഴാണോ ജ്ഞാനത്തിൻ്റെ പ്രകാശം വീശുന്നത്, ആത്മവിദ്യ തെളിയുന്നത്, അപ്പോൾ കയറ് തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ശരിയായ ബ്രഹ്മജ്ഞാനം. ഇങ്ങനെ ആത്മസ്വരൂപത്തെ അറിയുമ്പോൾ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാകുന്ന ഉപാധികളൊക്കെ നശിക്കുന്നു. ഇവിടെ ഒന്ന് മാത്രമേയുള്ളൂ, ഭഗവാൻ മാത്രമേയുള്ളൂ. മറ്റതൊക്കെയും നിമിഷ നേരം കൊണ്ട് വന്ന് മിന്നി മറയുന്ന ഒരു ഭഗവാന്റെ മായ മാത്രമാണ് സർവസൃഷ്ടികളും എന്നറിയുന്നു. ഉള്ളത്, സത്തായിട്ടുള്ളത്, ഉണ്മയായിട്ടുള്ളത് ഭഗവാൻ ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ അറിയുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യത്രേ മേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യയാത്മനി കൃതേ ഇതി തത് ബ്രഹ്മദർശനം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യത്രേമേ, അതായത് യത്ര ഇമേയാണ്, അതുകൊണ്ട് ആ ഇകാരം അവിടെ ജോയിൻ ചെയ്യുമ്പോഴാണ് എകാരമാകുന്നത്. യത്രേമേ, അത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ തന്നെ സത് അസത് രൂപേ, സദ്രൂപയല്ല, സത് അസത്ത് രൂപയാണ്. അതുകൊണ്ട് തന്നെ ദായുടെ അകാരം ശ്രദ്ധിക്കുക. സത് അസദ്രൂപേ. പിന്നെ അടുത്ത അവിദ്യയാത്മനി, അവിദ്യയാ ആത്മനിയാണ്. അവിടെ ഒരു വിശ്ലേഷണമുണ്ട്, അകാരം നീട്ടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 34-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.